ഈ വേൾഡ് ഞാൻ കുറച്ച് കാലം മുമ്പ് കളിച്ചിരുന്ന വേൾഡാണ്. ഇതെന്ന് പറഞ്ഞാൽ 1.20 ഞാൻ കളിക്കണത്. ആ സമയത്ത് ഞാൻ കളിച്ചിരുന്ന ഒരു വേൾഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ വേൾഡ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേൾഡിൽ ഞാൻ ചീറ്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തെളിവായിട്ട് കാണിച്ചു തരണം, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു ചീറ്റ് കോഡ് ഉപയോഗിക്കാൻ പോവാണ്. ഇനി നിങ്ങൾ കാണുന്നുണ്ടാവണേ പോവാത്ത കണ്ട ചീറ്റ്സ് ആർ എനേബിൾ ഇൻ ദിസ് വേൾഡ്. ഈ വേൾഡിൽ ചീറ്റ്സ് ഉപയോഗിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് ഒരു സ്ഥലത്ത് വെച്ച് നിർത്തിയിട്ട് പിന്നെ കുറേ നാൾ കളിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ വേൾഡിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചത് കണ്ടു. അപ്പോൾ ഒന്ന് കയറിയിട്ടൊന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചീറ്റ്സ് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇതിലാകൂടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റീസോഴ്സസ് ഒക്കെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റീസോഴ്സസ്. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് ഗ്ലാസ് ഉണ്ട്, പിന്നെ ഫുൾ ഗ്രാസും. അത് മറ്റേ ലാഗ് അടിക്കണേന്ന് കുറച്ച് കുറയ്ക്കും. പാർട്ടിക്കിൾ ഡിസേബിൾ, FPS ബൂസ്റ്റിനായിട്ട്. പിന്നെ ഔട്ട്ലൈൻ ഓർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓറിനും പുറത്തൊരു ഔട്ട്ലൈൻ വരും, അതന്നെ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരിക്കും ഗ്രാഫിക്സ്. അതാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ രസമുണ്ടാവും. അത്ര തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ബാക്കി ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് ലെറ്റ്സ് പ്ലേയുടെ പാർട്ട് 1 ആക്കി എടുത്തിട്ട് ബാക്കിയുള്ള പാട്ടുകൾ ഈ വേൾഡിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോവുക. എന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ വലിയ ചീറ്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒരു കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ കയ്യിൽ സബ്സ്ക്രൈബേഴ്സ് കൂടി വരണമല്ലോ. അതാകുമ്പോൾ ആദ്യം തന്നെ പുതിയൊരു വേൾഡ് തുടങ്ങേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. ഇനി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, പുതിയത് തുടങ്ങാം. എന്താണെങ്കിലും ഇവിടെ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ. അപ്പോൾ പിന്നെ ഇത് ബാക്കി ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെയും കൂടി കാണിച്ച് യൂട്യൂബിലിട്ട് ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനി പാർട്ട് 2 ഉണ്ടാവും. ഇതൊരു ലെറ്റ്സ് പ്ലേ സീരീസ് പോലെയാവും ഇനിയിപ്പോൾ ഉണ്ടാവുക. ഇതിൽ അധികമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, കുറച്ച് പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണിനേക്കാളും ഓൾമോസ്റ്റ് 2000 ബ്ലോക്ക് ദൂരത്താണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. സ്പോണിൽ നോക്കിയപ്പോൾ വില്ലേജസ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ സ്പോണിൽ നിന്ന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ട് ഇവിടെ ഒരു വില്ലേജ് കണ്ടപ്പോൾ ഇവിടെ അങ്ങ് സെറ്റിലായതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഈ മൈനാണ് ഉണ്ടാക്കിയത്. അന്ന് ഈ ബിൽഡൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, വെറുതെ ഒരു കുഴി, അവിടെ മൈൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിക്ക് പോയി ഡീപ്പ് സ്ലേറ്റ് എടുത്തിട്ടാണ് ഈ വീട് പണിതത്. അങ്ങനെ രണ്ടാമത്തത് പണിത ബിൽഡാണ് ഈ വീട്. വീട് പണിയ സമയത്ത് ഇവിടെ പൂളൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ ഒരു ചെറിയ പൂള് പോലെ സെറ്റ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് പൂള്, പക്ഷെ എനിക്കതല്ല. ഇതിൻ്റെ അടിയോടെ വീടിൻ്റെ സ്റ്റോറേജ് പോലെ ഒരു വഴിയുണ്ട്. ഇതാണ് സ്റ്റോറേജ്. ഇവിടെ ഓരോന്നും സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയർ ഇതൊന്നും ഞാൻ അധികം ഡെക്കറേറ്റ് ചെയ്തില്ല കേട്ടോ, അന്ന് വെച്ചാൽ ഡേർട്ടൊക്കെ ഇവിടെ ഇരിക്കുക. ഇതാണ് നമ്മുടെ പെറ്റ്സ്. ഈ പട്ടികളിലൊക്കെ ഞാൻ അപ്പുറത്തൊരു കാടുണ്ട്, അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ സ്പോണേഴ്സനുസരിച്ചൊരു ജംഗിളുള്ളതുകൊണ്ട് അവിടെ നിന്ന് ഈ ഒരു തത്തയൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഒരു സോംബിയുടെ സൗണ്ട് കേൾക്കും, പക്ഷെ നോക്കുമ്പോൾ സോംബി ഒന്നും കാണില്ല. ഇതിൻ്റെ അടിയിൽ അവിടെ ഒരു കേവ് ഉണ്ടെന്നാണ് കാണുന്നത്. പിന്നെ ഇത് വെച്ചേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വന്ന് കറങ്ങി ഡോർ തുറന്നു പോകാൻ. നമ്മൾ സ്റ്റോറേജിലേക്ക് പോവുകയാണെങ്കിലും നേരിട്ട് അതുകൂടെ പോകാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തത്. പിന്നെ ഇതിന് ശേഷം ഞാൻ ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പിന്നെ ഒരു ട്രേഡിംഗ് ഹാൾ സെറ്റാക്കാൻ നോക്കി. ബ്രീഡർ ഉണ്ടാക്കണേക്കാളും മുമ്പ് നല്ല ഐഡിയ ആയിരുന്നില്ലേ. അതുകൊണ്ട് ആ പ്ലാൻ ചെറുതായി ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെയാണ് ഉണ്ടാക്കിയിരുന്നത്. ആ സ്ഥലം വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എവിടെയോ ആയിരുന്നു ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രേഡിംഗ് ഹാൾ പോലെ സെറ്റ് ചെയ്ത് ഉദ്ദേശിച്ചതായിരുന്നു, ചെറുതായി ഫ്ലോപ്പായി. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എല്ലാം മാറ്റിയിട്ട് ഇവിടെ നിന്ന്. പിന്നെ ഞാൻ ഇതിന് ശേഷം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു മോക്ക് ഫാം എന്തായാലും ഉണ്ടാക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് തന്നെ ഞാൻ രാത്രി ആകുമ്പോൾ കിടന്നുറങ്ങും. പിന്നെ മോക്സിൻ്റെ ലൂട്ടൊക്കെ കിട്ടണമെങ്കിൽ ഇതന്നെ ഗൺ പൗഡർ കിട്ടണമെങ്കിലാ, അതുകൊണ്ട് കുറേ ബോണൊക്കെ കിട്ടും. അതുതന്നെ നല്ല ഉപകാരമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയതാണ് ഈ ഒരു മോക്ക് ഫാം. പിന്നെ കോപ്പിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി. പിന്നെ അവിടെ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കി. പിന്നെ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തോന്നും ഈ നെതർ പോർട്ടൽ ഒരു ഐലാൻഡിലിരിക്കണേന്ന്, പക്ഷെ അല്ല. ഈ നെതർ പോർട്ടൽ ഒരു മാതിരി ഒരു ഇതേപോലത്തെ ഒരു പ്ലെയിൻസിലായിരുന്നു. പിന്നെ ഇവിടെയും കണക്റ്റഡ് ആയിരുന്നു, ഇവിടെയും കണക്റ്റഡ് ആയിരുന്നു. പിന്നെ ഞാൻ 4 സൈഡും പോയിട്ട് വെട്ടി ഇതാക്കിയിട്ട് ഒരു ഐലൻഡ് പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ചെറിയ ഡേർട്ടൊക്കെ വെച്ച് ഒരുമാതിരി പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ വേറെ ബിൽഡൊക്കെ വരും. ബിൽഡെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു പാലം പോലെ സെറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഒരു ബ്രീഡർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബ്രീഡർ കാണും. ഇതാണ് നമ്മുടെ ബ്രീഡർ. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുവരെയായിട്ട് ഇത് ഉപയോഗിച്ചിട്ടും കൂടിയില്ല. ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ട്രേഡിംഗ് ഹാളൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
അതുകൊണ്ട് ബ്രീഡർ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതാണ് ബ്രീഡർ. ഓക്കെ, ഇനി നമുക്ക് നേരെ ബേസിൽ പോയിട്ട് അടുത്ത എന്തുണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ബാമ്പൂ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നതല്ല. ഞാൻ വരുന്ന വഴിക്ക് ഒരു ജംഗിളിൽ കൂടെയാണ് വന്നത്. അവിടെ നിന്നാണ് നമുക്ക് തത്തേനെ കിട്ടിയത്. അവിടെ നിന്ന് കുറച്ച് ബാമ്പൂ കൊണ്ടുവന്ന് അവിടെ നട്ട് സീനാക്കിയതാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഈ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വെച്ച് സെറ്റാക്കിയതാണ്. ഇത് അയൺ ഫാമാണ്. നല്ലോണം ജാഗടത്രക്കൊന്നുമില്ല, എന്നാലും വർക്കാവുന്ന അത്രയ്ക്ക് നൈസായി വർക്കാവുന്നതാണ്. ഇത് പിന്നെ വീടിൻ്റെ അടുത്ത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വല്ലതും ചെയ്യുമ്പോൾ തന്നെ ഈ ഫാം വർക്കായിക്കോളും. അതുകൊണ്ട് വലിയ സീനില്ല. എൻചാൻഡിങ് റൂം ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് കുറേ ലെതർ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഷീപ്പിനെ കവുനൊക്കെ കൊണ്ടിട്ട് ഒരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഫുഡ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇവർക്കുള്ളൊരു ഫുഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഉറങ്ങട്ടെ.